ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് ഇല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മസാല പൂരിയാണ്. എന്തായാലും പുറത്തൊക്കെ പോയി കഴിക്കണമെന്ന് തോന്നാറുണ്ട്, പക്ഷേ എന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ഒരു ഡിഫറെൻറ്റ് വൈബും കിട്ടുന്നുണ്ട്, നല്ല ഹെൽത്തിയുമായിട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും കുറച്ച് പട്ടാണിയും വേവിച്ച്, പട്ടാണി രാത്രി തന്നെ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിലേക്കൊരു 3 ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 വിസിലാക്കിയിട്ട് നല്ല വേവിച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാഷറിൽ ഉടച്ചെടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുന്നില്ല. ചെറിയൊരു പൊട്ടാറ്റൊക്കെ ഞാൻ മാഷാക്കിയിട്ട് എടുക്കുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പച്ചമുളക്. അത് ഇപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 ചെറിയ ചെറിയ വെളുത്തുള്ളിയും കൂടി, പിന്നെ നല്ല കൈയൊരുപ്പിടി മല്ലിയും, പിന്നെ ഒരു 3-4 എന്താ പറയുക, കുറച്ച് പുതിനയില ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഈ അരപ്പിന് ഞാൻ നേരെ കുക്കറിലോട്ടാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള വെള്ളമാക്കുന്നുണ്ട്. ഒരു തിക്ക് ബാറ്ററല്ല ഇത്, നല്ല ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ് റെഡിയാക്കുന്നത്. കാരണം ഇത് തീയൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുറുകിക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് തിക്കാവാറുണ്ട്. അതുകൊണ്ട് ആദ്യം നല്ല കുറച്ച് ഒരു ലൂസായിട്ട് തന്നെ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലസാണ് ചേർക്കാൻ പോകുന്നത്. എല്ലാം ഒരു ഹാഫ് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി, മുളക് പൊടി, പെപ്പർ പൊടി, ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കേട്ടോ ഞാൻ ഇതിൽ പിഴിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി തിക്കാക്കിയിട്ട് ഒന്ന് മിക്സാക്കാം. എന്നിട്ട് ഇതിൻ്റെ ചെക്കാക്കാം. നമുക്കിതിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ മസാലകളും വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ പണികളൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതിന് വേണ്ട മുറിക്കലൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളി, തക്കാളി, കുറച്ച് മല്ലിയാണ് ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ പുളിച്ചട്ടിയാണ്. ഇത് ഞാൻ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കാറുണ്ട്. നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്തായാലും ഇമ്മിണി ചട്നി എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഞാൻ ആക്കുമ്പോൾ തന്നെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സർവിങ് ആണ് എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ സർവിങ് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാലയാണ് ഇതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചാട്ട് മസാല ഇല്ലാത്തതുകൊണ്ട് ചാട്ട് മസാല ചേർക്കുന്നില്ല. പിന്നെ ഉള്ളി, തക്കാളി, മല്ലി, പിന്നെ കുറച്ച് സേമിയ, അതെന്തായാലും മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ ഇമ്ലി ചട്നി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് പ്ലേറ്റിംഗ് ചെയ്യുന്നത് വീണ്ടും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിക്കാം. പക്ഷേ നിങ്ങളത് മൈൻഡാക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ആക്കുന്നതോടു കൂടിയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നല്ല എളുപ്പം കാലത്ത് ഉണ്ടാക്കുന്ന വോയിസ് ഓവറാണ്. അതുകൊണ്ട് തന്നെ കോഴി കൂവുന്നതും കുട്ടികൾ എണിച്ചിട്ടുള്ള ആ നേരത്തൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. കുറേ സൗണ്ടൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങളൊന്നും മൈൻഡാക്കണ്ട. അതൊക്കെ എപ്പോഴും നടക്കുന്നതാണല്ലോ ഒരു വീട്ടിൽ. എത്ര നമുക്ക് സൈലൻ്റായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാലും നടക്കാത്തൊരു സംഭവമായി പോവും. അപ്പം ഞാൻ ഒരുപാട് ട്രൈ ആക്കാറൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ മൈൻഡാക്കണ്ട. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.